എസിൽ കഴിഞ്ഞ ദിവസം കളി കാണാൻ പോയിട്ടുണ്ട്. ഇപ്പോ എനിക്ക് ആ കളി കണ്ടപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൈക്കൽ സ്റ്റാറേക്ക് വേണ്ട റീഇൻഫോർമെന്റ്സ് കൊടുക്കുക. കാരണം നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, നല്ലൊരു ബെഞ്ച് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ കോച്ചിനെ മാറ്റാം, വേറെ ഇതിനകത്ത് വരുന്നില്ല. കാരണം ഇപ്പോ മെയിനായിട്ട് ഒരു മലയാളി എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വികാരം മനസ്സിലാക്കേണ്ട ഒരു പ്ലെയർ രാഹുൽ കേപ്പിയാണ്. രാഹുൽ കേപ്പിയുടെ കളിയിൽ അത്ര കോൺഫിഡൻസ് അത്ര ഇതൊന്നുമില്ല. പുള്ളിക്കാരൻ ജസ്റ്റ് മൂളി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരന്റെ വിങ്ങിന്ന് അറ്റാക്ക് ചാൻസ് ഒന്നും ക്രിയേറ്റ് ആവണില്ല. നോയുടെ വിങ്ങിന്ന് അല്ലെങ്കിൽ ലൂണയുടെ തീരുന്ന പോലെ ക്രിയേറ്റ് ആവണം. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് രാഹുൽ കേപ്പിക്ക് പകരം വേറെ ആളെ കൊണ്ടാന്ന് വിചാരിച്ചാൽ ഒരു നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല. ടോട്ടലി അഗ്രീഡ് ആണ്. കാരണം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ചാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചിടാൻ പറ്റണില്ല. ഡിഫൻസ് അത്യാവശ്യം ഓക്കെയാണ്, പക്ഷെ ഡിഫൻസിൽ മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളിക്കണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, കോച്ചിന്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്, ടീമിന്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഹരിക്കാനായിട്ട് ഈ സീസണും വലിയ കാര്യമുണ്ടാവില്ല. ഇപ്പോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ജോൺ അബ്രഹാമിന്റെ കേസ് എടുത്തു. നമ്മുടെ